ശ്രീ, നീ ഒന്നും പറയാതെ നിന്നാ എങ്ങനാടാ? അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ടേ നമുക്ക്? ഹരി വെപ്രാളം കൊണ്ട് ചോദിച്ചു. ശ്രീ അവനെ ഒന്ന് നോക്കി, പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിന്നെപ്പോലെ ആകാൻ കഴിഞ്ഞെങ്കിലെന്ന്. പക്ഷേ അപ്പോഴൊക്കെ എന്നെ എന്തൊക്കെയോ തടുത്തു. ഇനി അങ്ങനെ അല്ല കേട്ടോ. നിന്നെപ്പോലെ തന്നെ ഞാനും മാറും. എനിക്ക് ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം ഹരി. ഹരി അവനെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. ഒന്ന് പെയ്തു തോർന്നതും ശ്രീ അവരെ നോക്കി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പാറുവിൻ്റെ മുഖം ആ കണ്ണീരിനിടയിലും വിടർന്നു. ഹരിക്ക് സന്തോഷമായി. അവർ മൂന്നും അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. പാറുവിൻ്റെ കൈ പിടിച്ച് നടന്നു വരുന്ന ശ്രീയെ കണ്ടതും ഐസിയുവിന് മുന്നിൽ നിന്ന ദേവകിയമ്മ അന്തം വിട്ട് നിന്നുപോയി. അതുകണ്ട് പാർവതിക്ക് ചിരി വന്നു. ശ്രീ അവരുടെ മുന്നിൽ വന്നു നിന്നു. അവന്റെ മനസ്സിൽ പഴയ ഒരു ചിത്രം ഓടിയെത്തി. പനിച്ചു വിറച്ചു കിടന്ന ഒരു കൊച്ചു പയ്യൻ, ഉറക്കമിളച്ച് അടുത്തിരുന്ന് അവനെ പരിപാലിക്കുന്ന ഒരു സ്ത്രീ. വിറച്ചു തുള്ളിയപ്പോ ആദിയോടെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി വാത്സല്യത്തോടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി നെറുകയിൽ തലോടുന്ന ഒരു സ്ത്രീരൂപം. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദേവകിയുടെ ചങ്ക് പിടഞ്ഞുപോയി. മോനെ, അവർ അവന്റെ മുഖത്തേക്ക് കൈകൾ നീട്ടി. അവൻ ആ കൈകളിൽ പിടുത്തമിട്ടു. പൊറുക്കണേ അമ്മേ, ഈ പാപിയോട്. മുള ചീന്തും പോലെ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദേവകി പകച്ചുപോയി. അവർ ഹരിയെയും പാറുവിനെയും മാറി മാറി നോക്കി. അവർ ഒരു മന്ദഹാസത്തോടെ നിൽക്കുന്നത് കണ്ടതും അവർ ശ്രീയെ നോക്കി. എനിക്ക് അമ്മയായി വന്നിട്ടും ഞാൻ തിരികെ നൽകിയ വേദനകൾ മുഴുവൻ സഹിച്ച് എന്നെ വെറുക്കാതെ ഉള്ളിൽ സ്നേഹം മാത്രം കരുതിയ ഈ നന്മയെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലമ്മേ. പൊറുക്കണം, മാപ്പാക്കണം എന്നോട്. അവൻ അവരുടെ കാലിലേക്ക് വീണു. അയ്യോ മോനെ ശ്രീ, നീ എന്തായി ചെയ്യുന്നത്? എണീക്ക്, എണീക്കടാ. അവർ അവനെ പിടിച്ചെണീപ്പിച്ചു. എൻ്റെ മോനായി തന്നെ കണ്ട ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്നെ നീ അമ്മ എന്ന് വിളിച്ചില്ലെങ്കിലും അങ്ങനെ കേൾക്കാൻ തന്നെ ആഗ്രഹിച്ചു, സ്നേഹിച്ചു. നിന്നെ വേണ്ടാതെ പോയ അവരെ നീ സ്നേഹിക്കുന്നത് കണ്ട് എനിക്ക് അവരോട് അസൂയ തോന്നിയിട്ടുണ്ട്. ഒരു മകന് ഇത്രയും സ്നേഹിക്കാൻ കഴിയുമോ എന്നോർത്ത് അമ്പരന്ന് നിന്നിട്ടുണ്ട്. ആ സ്നേഹം നിന്നിൽ നിന്നും ഞാനും കൊതിച്ചിട്ടുണ്ട്. അവർ കണ്ണീരോടെ പറഞ്ഞതും ശ്രീ അവരെ ചേർത്ത് പിടിച്ചു. അമ്മയോട് ചെയ്തു പോയ എല്ലാ തെറ്റും ഞാൻ തിരുത്തും. അമ്മയെയും അച്ഛനെയും എൻ്റെ അനിയത്തിയെയും പൊന്നുപോലെ ഞാൻ നോക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഈ ശ്രീയുടെ ജീവിതം. അമ്മ നോക്കിക്കോ, നമ്മുടെ ജീവിതം സ്വർഗമായി തീരും, ആക്കി തീർക്കും ഞാൻ. അവൻ ആദ്യമായി അവരുടെ നെറ്റിയിൽ മുകർന്നു. ആ അമ്മ നിറഞ്ഞ മനസ്സോടെ കണ്ണുകൾ അടച്ചു. ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാമേ. ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ് ഞാൻ ചെയ്തത് എൻ്റെ അച്ഛനോടാ. അവന്റെ തൊണ്ടയിടറി, ശബ്ദം വിറച്ചു. അച്ഛൻ എന്നോട് ക്ഷമിക്കൂ അമ്മേ. അറിയില്ല, ആ കാലിൽ വീണ് അപേക്ഷിക്കാം. ഞാൻ കാരണം എൻ്റെ അച്ഛൻ. അവൻ സത്യങ്ങൾ വിളിച്ചു പറയുമോ എന്ന് ഭയന്ന് പാറു പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ നോക്കിയതും തല വിലങ്ങനെ ചലിപ്പിച്ചു. അവന്റെ ഹൃദയം നേറി, കണ്ണുകൾ ചാലിട്ടൊഴുകി.
ദേവകിയമ്മയെ വിട്ട് അവൻ അകത്തേക്ക് കയറി. മോളെ. ദേവകി കരച്ചിലോടെ അവളെ ചേർത്ത് പിടിച്ചു. വിഷമിക്കാതമ്മേ, ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷത്തിന്റെ നാളുകളാ. നമ്മൾ ഇനിയാണ് ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത് തന്നെ. അവൾ ഉള്ളിൽ തെളിഞ്ഞ പ്രതീക്ഷയുടെ വെട്ടത്തിൽ മനം നിറച്ചു പറഞ്ഞു. അതേ വെളിച്ചം ഹരിയിലേക്കും ദേവകിയിലേക്കും പടർന്നു. അവരുടെ മനസ്സിലും സന്തോഷം നിറഞ്ഞു. വലിയ പേമാരി പെയ്തു തോർന്ന സമാധാനമായിരുന്നു അവരുടെ എല്ലാ മനസ്സിൽ. ബെഡിൽ തളർന്നു മയങ്ങുന്ന രൂപത്തെ കണ്ട് ശ്രീയുടെ നെഞ്ച് ആദ്യമായി വിങ്ങി. മദ്യലഹരിയിൽ കാശിനു വേണ്ടി അയാളുടെ സൈറ്റിലേക്ക് ചെന്നത് അവൻ ഒരു നിമിഷം ഓർത്തു. എന്തൊക്കെയാന്ന് നടന്നതെന്ന് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷേ ഒരലർച്ച അത് താൻ കേട്ടതാണ്. എങ്ങനെയെന്ന് ചോദിച്ച ഇന്നും അറിയില്ല. എല്ലാം അറിയുന്ന മനുഷ്യൻ വെറും എല്ലും തോലും മാത്രമായി തൻ്റെ മുന്നിൽ കിടക്കുന്നു. ഇത്രയൊക്കെ സഹിക്കാൻ കഴിയുമോ ഒരു മനുഷ്യജന്മത്തിന്? വഞ്ചിച്ച് കടന്നു കളഞ്ഞ ഒരുവളുടെ തനി സ്വരൂപമായ തന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? ഇത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം തന്നെ സൃഷ്ടിച്ച തൻ്റെ ദൈവം. മെല്ലിച്ച കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. ഉറക്കെ ഉറക്കെ കരഞ്ഞു. ഹലോ മിസ്റ്റർ, എന്താ ഇത്? ഇത് ഐസിയു ആണ്. ഇങ്ങനെയാണെങ്കിൽ താൻ പുറത്തു പോകേണ്ട വരും. ഇദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ, അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും അനുവദിക്കില്ല. നഴ്സ് ശാസിച്ചു. അവൻ ആ കാലുകളിൽ മുഖം അമർത്തി. അച്ഛാ, എന്നോട്. മോനെ. തളർന്ന സ്വരം അവന്റെ കാതുകളിൽ പതിച്ചു. അവൻ കണ്ണീരോടെ നിവർന്നു. ഓടി അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു. അച്ഛാ. അവന്റെ നാവിൽ നിന്നും അച്ഛാ എന്ന വാക്ക്, ആ വിളി അയാളുടെ ഹൃദയം പിടഞ്ഞുണർന്നു. അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ചിത്തു മോനെ. നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവനെ നോക്കി. അച്ഛാ, ഞാൻ പാറുവല്ല. എനിക്കറിയില്ലായിരുന്നു. എന്നോട് പറയാറുന്നില്ലേ? പറഞ്ഞില്ല. മോന് വിഷമമാകുമെന്ന് എനിക്കറിയാം. സാവിയെ അത്രയ്ക്ക് നിനക്കിഷ്ടായിരുന്നു. സാവിത്രി. അമ്മ ചതിച്ചിട്ടും സാവി എന്ന് വിളിക്കാൻ അച്ഛൻ എങ്ങനെ കഴിയുന്നു? അവൻ അത്ഭുതത്തോടോർത്തു. സാരമില്ല, മോനിനി ഒന്നും ഓർക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എൻ്റെ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചല്ലോ. എനിക്കത് മതി, അത് മാത്രം മതി. ഇനിയിപ്പോ അങ്ങ് പോയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അച്ഛാ, അങ്ങനെ പറയല്ലേ അച്ഛാ. എനിക്ക് എൻ്റെ അച്ഛനെ സ്നേഹിക്കണം. ഒരുപാട് സ്നേഹിക്കണം. അച്ഛനോട് ചെയ്തു പോയ തെറ്റിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഈ അച്ഛൻ്റെ മകനായി എനിക്ക് അല്ല, നമുക്ക് സന്തോഷത്തോടെ കഴിയണം. എനിക്കൊരവസരം താ അച്ഛാ. എൻ്റെ അച്ഛനോട് ചെയ്തു പോയ തെറ്റുകൾ തിരുത്താൻ ഒരവസരം. കണ്ണീരോടെ അവൻ കൈകൾ കൂപ്പി. മോനെ. ചിത്തു, എന്താടാ നീ കാണിക്കുന്നേ? അച്ഛനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ? ഇല്ലച്ചാ, വിഷമിപ്പിക്കില്ല. ഇനി ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഈ നെഞ്ചിലെ ശ്രീകോവിലിനുള്ളിൽ ഭദ്രമായി കാത്തോളാം ഞാൻ എൻ്റെ അച്ഛനെ. അവൻ അയാളെ മെല്ലെ തന്നോട് ചേർത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുനീർ അയാളുടെ മുഖത്തെ കുതിർത്തു. അവൻ ഉള്ളാൽ 1000 മാപ്പിരന്നു. ആ പിതൃഹൃദയം സന്തോഷം നിറഞ്ഞു. മതി,
താൻ പൊയ്ക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. കണ്ണിൽ നനവുമായി നഴ്സ് മെല്ലെ പറഞ്ഞു. കണ്ടു നിന്ന് അവരുടെ കണ്ണുകളെ പോലും നനച്ചു കളഞ്ഞ നിമിഷം അവൻ അയാളെ നേരെ കിടത്തി. അച്ഛാ, ഞാൻ പുറത്തുണ്ട്, നല്ല ചുണയോടെ വേഗം വാ കേട്ടോ, ഞാൻ കാത്തിരിക്കും. അല്ല, ഞങ്ങൾ കാത്തിരിക്കും. അവൻ ചെറിയൊരു മന്ദഹാസത്തോടെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അയാളുടെ നെറ്റിയിൽ മുകർന്നുകൊണ്ട് നഴ്സിനെ നോക്കി. തിരിച്ച് തന്നേക്കണേ ചേച്ചി, ഞാനിതുവരെ വേദനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി വേണം എനിക്കൊന്ന് സ്നേഹിക്കാൻ, പൊന്നുപോലെ നോക്കാൻ. അവൻ ഷോൾഡർ ഉയർത്തി കണ്ണുകൾ ഒപ്പി. അവർ ഒന്ന് തലയാട്ടി. പിന്നെ നിറഞ്ഞ ചിരിയോടെ വിടർന്ന മുഖത്തോടെ കിടക്കുന്ന ആ മനുഷ്യനെ നോക്കി. അവരുടെ ഹൃദയം പോലും സന്തോഷിച്ച കാഴ്ച. തിരിച്ചുള്ള യാത്രയിലാണ് ജെന്നി. അവളുടെ മനസ്സ് കൈവിട്ട പട്ടം കണക്കെ പാറി നടക്കുന്നു. സാറയും മാനുവലും നിറഞ്ഞ സന്തോഷത്തിലാണ്. തലവേദന എന്നും പറഞ്ഞ് പിന്നിലെ സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് ജെന്നി. അവൾക്ക് ഒന്ന് അലറി കരയാൻ പോലും തോന്നിപ്പോയി. പക്ഷേ അതിനു പോലും കഴിയുന്നില്ല. വീടെത്തിയതും അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ റൂമിലെത്തി. അവളുടെ മുഖത്തെ മ്ലാനത ഇരുവരും ശ്രദ്ധിച്ചു. തലവേദന ആയോണ്ടാകുമെന്ന് അവർ സ്വയം കരുതി. റൂമിലെത്തിയ ജെന്നി അങ്ങനെ തന്നെ ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് അതിന് കീഴിലായി നിന്നു. അവളുടെ ഉള്ളിൽ ദേവനെ ആദ്യമായി കണ്ട നിമിഷം കടന്നു വന്നു. പടിപടിയായി അടുത്ത ഇൻസിഡന്റ് ഓരോന്നും അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു. ഇല്ല, പറ്റില്ല, ദേവേട്ടനെ മറക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രണയമാണെനിക്ക് എൻ്റെ ദേവേട്ടൻ. ഇനിയും എനിക്ക് പറ്റില്ല. എനിക്ക് വേറെ ആരെയും വേണ്ട. എൻ്റെ ദേവേട്ടനെ മാത്രം മതി. മമ്മിയോടും പപ്പയോടും ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എനിക്കറിയാം. പക്ഷേ ഇപ്പോ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ദേവേട്ടനെ മറക്കണോ? ഇല്ല, പറ്റില്ല എനിക്ക്. അതിന് ഞാൻ മരിക്കണം. അവൾ സ്വയം ഓരോന്നും ഓർത്ത് കരയാനും പറയാനും തുടങ്ങി. കുറേ നേരം കടന്നുപോയി. മമ്മി വരാൻ സാധ്യത ഉണ്ടെന്നോർത്തതും അവൾ പെട്ടെന്നിറങ്ങി. ഡ്രസ്സ് മാറി അവൾ ബെഡിലിരുന്ന് ആലോചിച്ചു. ഡോർ തുറന്നു വരുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു. ഇച്ചായ, പതിയെ, മോൾ ഉറങ്ങിക്കാണും. അത്രയും വയ്യെന്ന് മുഖം കണ്ടപ്പോ മനസ്സിലായില്ലേ? വാ. മാനുവൽ അടുത്തേക്ക് വന്ന് അവളുടെ മുടിയിൽ മെല്ലെ തഴുകി. ക്ഷീണമുണ്ട്, അതാ വേഗം ഉറങ്ങിപ്പോയത്. ഇച്ചായ, നമ്മുടെ മോൾക്ക് മിന്നുകെട്ട്. എനിക്കത് ഓർക്കാൻ പോലും എന്തോ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ചായ. ഇവളുടെ വളർച്ച ഇന്നലെ പോലെ എൻ്റെ മനസ്സിൽ നിൽക്കുക. വലിയ പെണ്ണായെന്ന് വിശ്വസിക്കാൻ വയ്യ എനിക്ക്. സാറ അയാളുടെ തോളിൽ ചാരി. എൻ്റെ സഖി, അവൻ്റെ സന്തോഷം. എന്തുകൊണ്ടും ഇപ്പൊ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലേടോ? ഒക്കെ എൻ്റെ മോളുടെ ഭാഗ്യം. അലക്സി നല്ലവനാ, നമുക്കറിയാത്തൊന്നും അല്ലല്ലോ അവനെ. അതാ പറയുന്നത്, ദൈവം നിശ്ചയിച്ചത് എങ്ങനായാലും നടക്കുമെന്ന്. ഈ ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? ഇത്ര പെട്ടെന്നാ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനത്തിലായത്. ഇനി എൻ്റെ കൊച്ചിന് വേണ്ടതൊക്കെ വാങ്ങണം. എനിക്കവളെ മണവാട്ടിയായി കാണാൻ കൊതിയാവുന്നു. പതിയെ, എൻ്റെ കൊച്ചുറങ്ങട്ടെ. വാ പോവാം. ഇരുവരും നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവർ പോയതും തലേണയിൽ മുഖം അമർത്തി അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു.
ഒരു തീരുമാനത്തിലെത്താനാകാൻ കഴിയാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റ് റെഡിയായ അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. മുഖമാകെ ചേർത്തു. ഇങ്ങനെ കണ്ട ഇന്നിനി കോളേജിൽ പോലും പോകണ്ട എന്ന് മമ്മി പറയും. അവൾ പെട്ടെന്ന് ഒരു ജീനും ക്രോപ്പ് ടോപ്പും എടുത്തിട്ട് മുടി പറത്തി വിട്ടു. മുഖത്ത് ലേശം മേക്കപ്പ് ഇട്ടു. ഇത് പതിവില്ല. പക്ഷെ ഇന്ന് മനസ്സിന്റെ കണ്ണാടിക്ക് അല്പം മറ വേണം. അവൾ ഫൈനൽ ടച്ച് ചെയ്തിറങ്ങി. സാറ കൊച്ചേ, ഉറക്കെ വിളിച്ചുകൊണ്ടിറങ്ങി. ദേ, ഞാൻ റെഡിയാണേ, എന്തെങ്കിലും തായോ. മോൾ റെഡിയായോ? ആ ചോദ്യം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ അവൾ ആരെയോ തട്ടി. നിവർന്നു നോക്കി അവൾ പകച്ചുപോയി. അലക്സി. സൈഡിൽ ചിരിയോടെ സഖി. ഈശോയെ, ഇവരിതപ്പോ? അവൾ അമ്പരന്നു പോയി. കണ്ടോ കണ്ടോ, കൊച്ചു ഞെട്ടി. സഖി ചിരിയോടെ പറഞ്ഞു. സാറ ചിരിയോടെ അടുക്കളയിൽ നിന്ന് വന്നു. ഒപ്പം മാനുവലും. ഇവർ രാവിലെ വന്നടാ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കാനുണ്ട്. മോള് കോളേജിൽ പോയിട്ട് വരുമ്പോ പപ്പ എല്ലാം വിശദമായി പറയാൻ കേട്ടോ. അവൾ അറിയാതെ തല ചലിപ്പിച്ചു. അലക്സി അവളുടെ പുതിയ ലുക്ക് നോക്കിക്കാണുകയാണ്. അപ്പോ ഇതാണ് ശരിക്കും ജെന്നിഫർ. അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. എന്നാ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങാം. സാറ ഭക്ഷണം നിരത്തി. അപ്പം മമ്മി നേരത്തെ അറിഞ്ഞിരുന്നു. അവൾ അവരെ നോക്കി. നിന്റെ പപ്പ ഇന്നലെ ഉറങ്ങിയിട്ടില്ല മോളെ. ഇന്നിപ്പോ എന്തൊക്കെയോ ഉണ്ട്. അതാ ഇവരെ രാത്രി തന്നെ വിളിച്ചത്. ഇവർ വെളുപ്പിന് തിരിച്ചു. ഇന്നിപ്പോ മഹൽ ഓഡിറ്റോറിയത്തിൽ ഒഴിവുണ്ടോ എന്ന് നോക്കാനാ ഇപ്പോൾ ഉള്ള പുറപ്പാട്. ശരിക്കും പറഞ്ഞ നിന്റെ പപ്പ ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല. എന്നോട് ഓരോരോ സ്വപ്നങ്ങൾ പങ്കുവെച്ച് നേരം വെളുപ്പിച്ചു. ജെന്നി ധർമ്മസങ്കടത്തോടെ സാറയെ നോക്കി. മോള് കഴിക്ക്. ഇന്ന് മോളെ കോളേജിൽ വിടുന്നത് അലക്സിയ. ഹേ? ഞെട്ടലോടെ ജെന്നി മാനുവലിനെ നോക്കി. കണ്ടോ കണ്ടോ, എന്റെ കൊച്ചിന്റെ ഞെട്ടൽ കണ്ടോ? എന്തായാലും തീരുമാനിച്ചു. ഇനിയിപ്പോ വേഗം തന്നെ നിശ്ചയം അങ്ങ് നടത്താന്ന് വിചാരിച്ചു. മോള് വന്നു കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. എല്ലാം കഴിഞ്ഞേ ഇന്നിവർ പോകുന്നുള്ളൂ. ജെന്നിയുടെ കയ്യിലിരുന്ന ചപ്പാത്തി താഴേക്ക് പോയി. എതിർത്ത് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. അവൾ കഴിക്കുന്നത് നിർത്തി എണീറ്റു. മതിയോ മോളെ? ആ മതി പപ്പ. അവൾ വേഗം വാഷ് ചെയ്ത് വന്നു. അലക്സിയെ ഒഴിവാക്കി കോളേജിൽ പോയാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അലക്സി ചിരിയോടെ വന്നു. നമുക്കിറങ്ങാം. അവൾ മെല്ലെ തല ചലിപ്പിച്ചു. അലക്സി മുറ്റത്തേക്കിറങ്ങി പോർച്ചിൽ നിന്നും കാറെടുത്തു. അവരെ നോക്കി ചിരിയോടെ നിൽക്കുന്ന പേരൻസ്. സാറയും മാനുവലിനെയും നോക്കിയപ്പോൾ ജെന്നിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. പിന്നിൽ കയറാൻ തുടങ്ങിയ അവളെ സഖി തടഞ്ഞു. മോളെ, നീ എൻ്റെ മോനെ ഡ്രൈവറാക്കല്ലേ. മുന്നിൽ കയറിക്കോ. ഇനി നിന്റെ സ്ഥാനം അവിടാണ്, എൻ്റെ മോനോടൊപ്പം, അവൻ്റെ തുണയായി. കയറിക്കോടാ. മാനുവൽ കൂടി പറഞ്ഞതും ജെന്നി ഫ്രണ്ട് ഡോർ തുറന്നു കയറി. അലക്സി ചിരിയോടെ ഇരുന്നു. അവർക്ക് ബൈ പറഞ്ഞ് അവൻ കാറെടുത്തു. പോകുന്ന വഴിയൊക്കെയും അലക്സി വാതോരാതെ സംസാരിച്ചു. ജെന്നി വെറുതെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. അവൻ അത് ശ്രദ്ധിച്ചു. അവൻ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവൻ പിന്നെ അവളോടൊന്നും മിണ്ടിയില്ല. കോളേജ് അടുക്കും തോറും ജെന്നിയുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. അവളുടെ ആ പരവേശം അലക്സി ശ്രദ്ധിച്ചു. പക്ഷേ അവൻ അപ്പോഴും ഒന്നും ചോദിച്ചില്ല. കോളേജ് കവാടം കടന്നതും എലിയും ഗ്യാങ്ങും നിൽക്കുന്നത് കണ്ട് ജെന്നിയുടെ ശ്വാസം നിലച്ചുപോയി. പാർക്കിങ്ങിൽ കാർ നിർത്തി അലക്സി അവളെ നോക്കി. ഇറങ്ങുന്നില്ലേ? അവൾ അത് കേട്ടില്ല എന്ന് തോന്നി. എടോ,
ഇറങ്ങുന്നില്ലേ? അവൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചു. ഞെട്ടലോടെ അവനെ നോക്കി അവൾ ആ എന്ന് പറഞ്ഞ് ഡോർ തുറന്നിറങ്ങി. അവനോടൊന്നും പറയാതെ തന്നെ ഡോർ അടച്ച് നടന്നു കഴിഞ്ഞു. സീറ്റിൽ കിടക്കുന്ന അവളുടെ ബാഗ് കണ്ടതും അവൻ അതെടുത്തു. ഡോർ തുറന്നിറങ്ങി. ജെന്നി, അലക്സി ഉറക്ക വിളിച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അലക്സി അവളുടെ അടുത്തേക്ക് നടന്നു. ദേടോ, ഇതൊന്നും വേണ്ടേ? അവൻ ചിരിയോടെ ബാഗ് നീട്ടി. ഞാൻ പെട്ടെന്ന് സോറി. ദേവൻ അവിടെ എങ്ങാനും ഉണ്ടോ, ഇതൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ അവൾ വെപ്രാളത്തോടെ നോക്കുന്നുണ്ട്. തസ്നയും അനിയും വരുന്നത് കണ്ട് ജെന്നിയുടെ ഉടൽ വിറച്ചു. അവരാണെ ജെന്നിയെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നു. അനി അവളെ കെട്ടിപ്പിടിച്ചു. വന്നോ? നന്നായി. ഇല്ലേ, ഇന്ന് ഞാനും ഇവളും നിന്റെ വീട്ടിൽ വന്നേനെ, അനി ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് അവൾ അലക്സയെ കണ്ടത്. അനിയുടെ മുഖം കൂർത്തു. ഇതാരാടാ? ബ്രോ ആണോ? അനി ചോദിച്ചതും ജെന്നി വിയർത്തു. അവളുടെ മറുപടി എന്താണെന്നറിയാൻ അലക്സി അവളെ നോക്കി. അവൾ മിണ്ടാഞ്ഞതും അനി കൈനീട്ടി. ഹായ് ബ്രോ, ഞാൻ അനീറ്റ. അലക്സി അവളുടെ കയ്യിൽ പിടിച്ചു. ഹായ്, ഞാൻ അലക്സി, അലക്സി സക്രിയ. ജെന്നി എൻ്റെ ഫിയാൻസിയാണ്. അവൻ പറഞ്ഞതും തനി ഞെട്ടിപ്പോയി. അതേ ഞെട്ടലോടെ മുഖമുയർത്തിയ ജെന്നി അലക്സിയെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് പകച്ചുപോയി. ജെന്നിയുടെ ഞെട്ടൽ കണ്ട അലക്സിയുടെ കണ്ണുകൾ ദേവനിലേക്ക് നീണ്ടു. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. ജെന്നിയുടെ കണ്ണിൽ കണ്ട അതേ ഞെട്ടൽ അതുപോലെ തന്നെ ആ കണ്ണുകളിലും അവൻ കണ്ടു. അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി. ഇന്നലെ തീരുമാനിച്ചു, ഇന്നിപ്പോ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓഡിറ്റോറിയം, ഡ്രസ്സ്, ഓർണമെന്റ്സ്, അങ്ങനെ ഉടനെ തന്നെ എൻഗേജ്മെന്റ് ഉണ്ട്. അതാണ് ഇത്രയും വേഗം ഒക്കെയും ചെയ്യുന്നത്. അലക്സി ആ പറഞ്ഞത് മുഴുവൻ ദേവനെ നോക്കിയാണ്. ദേവന്റെ മുഖത്തെ വേദന അവൻ തിരിച്ചറിഞ്ഞു. നിങ്ങളൊക്കെ ഉണ്ടാകണം കേട്ടോ. എനിക്ക് ക്ഷണിക്കാൻ പ്രത്യേകിച്ചാരുമില്ല. ഇനിയിപ്പോ ജെന്നിയുടെ ഫ്രണ്ട്സാണ് എൻ്റെയും ഫ്രണ്ട്സ്. ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം ഞാനും ജെന്നിയും ഒരുമിച്ച് വന്ന് എല്ലാരെയും ക്ഷണിക്കാൻ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. തസ്നി വാ തുറന്നു നിന്നു. എലീന ദേവനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. വിനുവും മനീഷും ഒക്കെ അമ്പരന്ന് നിന്നു. ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ജെന്നിയുടെ ഉള്ളു പിടച്ചു. അവളെ ഒന്ന് നോക്കിയ ദേവൻ പെട്ടെന്ന് പിന്തിരിഞ്ഞു നടന്നു. ഷോൾഡർ ഉയർത്തി അവൻ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടതും ജെന്നിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബാഗ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ ഓടി. ദേവേട്ടാ! അവളുടെ വിളിയിൽ അവൻ നിന്നു. ഓടിച്ചെന്ന ജെന്നി പിന്നിലൂടെ അവനെ ഇറുകെ പുണർന്നു. അതെ ഫ്രണ്ട്സ്, പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇതിൽ അൺസബ് ചെയ്തിട്ടാണോ ന്യൂ ചാനൽ സബ് ചെയ്തത്? ഈ ചാനൽ മാർച്ചിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ന്യൂ ചാനലിൽ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാനാ. അപ്പോഴേക്കും അതിൽ സബ്ബാക്കി ഇടാൻ വേണ്ടിയാ ഇപ്പോഴേ ഈ പറയുന്നേ. അപ്പോൾ ഇതിൽ അൺസബ് ആക്കണ്ട കേട്ടോ. ഇതിനൊപ്പം കൂടി അതുകൂടി സബ് ചെയ്തിട്ടാൽ മാത്രം മതി.